ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെൽസ് ആൻഡ് ഷീറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MS വേർഡിൽ നമുക്ക് എങ്ങനെ ഒരു ഇൻട്രഗൽ പാർട്ടുള്ള ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് തന്നെ നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് ഇക്വേഷൻ ടൈപ്പ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ ഇൻസേർട്ടിൽ പോവുക, എടുക്കുക, അതിൽ ഇക്വേഷൻസ് എടുക്കുക. ഇതിൽ ഇൻസേർട്ട് ന്യൂ ഇക്വേഷൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് ടൈപ്പ് ഇക്വേഷൻ ഇയർ എന്നും പറഞ്ഞിട്ട് കാണിക്കും. ഇതിൽ ഞാൻ ഫ്രാക്ഷൻ ആണ് എടുക്കുന്നത്. സ്റ്റാക്കഡ് ഫ്രാക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. സൈൻ ഓഫ് വൈ, താഴെ നമ്മൾ വീണ്ടും ഇന്റഗ്രൽ പാർട്ടിൽ ഇന്റഗ്രൽ എന്നും പറഞ്ഞുള്ള ഓപ്ഷൻ എടുക്കുന്നു. അവിടെ നമ്മൾ കോസ് വൈ dx ആണ് ഈ ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് റൂട്ട് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതിന് സെയിം നമ്മൾ ഇൻസേർട്ടിൽ പോവുക, ഇക്വേഷൻ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ന്യൂ ഇക്വേഷൻ എടുക്കുക. അതിൽ ഫ്രാക്ഷൻ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, സ്റ്റാക്കഡ് ഫ്രാക്ഷൻ. അവിടെ നമ്മൾ 2c, ഈ സൈൻ ഓഫ് വൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ നമ്മൾ സൈൻ ഓഫ് വൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കൊടുക്കുന്നു. താഴെ വരുമ്പോൾ ഇവിടെ റാഡിക്കലിൽ ഈ ഒരു ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, റാഡിക്കൽ വിത്ത് ഡിഗ്രി എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ -1, പ്ലസ് ഓർ മൈനസ് സിമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ സിമ്പിൾസിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക, റൂട്ട് കഴിഞ്ഞിട്ട് 1+, അവിടെ വീണ്ടും എനിക്ക് ഫ്രാക്ഷൻ വേണം, അതുകൊണ്ട് ഞാൻ വീണ്ടും ഫ്രാക്ഷൻ സെലക്ട് ചെയ്യുന്നു. മേളിൽ സി കൊടുക്കുന്നു. താഴത്തെ പകരം ഞാൻ സൈൻ സ്ക്വയറിന് പകരം സൈൻ്റെ ഫംഗ്ഷനിൽ പോയിട്ട് ഈ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. -1 എന്നുള്ളത് മാറ്റി 2 ആക്കുന്നു. ഇവിടെ ബ്രാക്കറ്റിൽ y കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേർഡിൽ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്